1984 ഒക്ടോബർ 31 കുൽവന്ത് സിംഗിനെ സംബന്ധിച്ചിടത്തോളം തികച്ചും സാധാരണമായ ഒരു ദിവസമായിരുന്നു. മറ്റേതൊരു ദിവസത്തെയും പോലെ അദ്ദേഹം തൻ്റെ വസ്ത്രവ്യാപാര സ്ഥാപനം നടത്തിവരികയായിരുന്നു. എന്നാൽ നവംബർ 1 പ്രഭാതം അദ്ദേഹത്തിൻ്റെ ജീവിതം എന്നേക്കുമായി മാറ്റിമറിച്ചു. അന്ന് അതിരാവിലെ തന്നെ ചില ആളുകൾ സിഖുകാരെ തെരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തുന്നു എന്ന വാർത്ത പുറത്തു വന്നു. പ്രദേശം മുഴുവൻ ഭീതിയും നിശബ്ദതയും പടർന്നു. അതിനിടെ കലാപകാരികളുടെ വലിയൊരു സംഘം ബസ്സുകളിൽ ചന്തയിൽ എത്തിച്ചേർന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് ആളുകൾക്ക് മനസ്സിലാകുന്നത് മുൻപ് തന്നെ സിഖുകാരുടെ കടകൾക്ക് തീയിട്ടു. സിഖുകാരെ ക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങി. അത് ഞങ്ങളുടെ അവസാന ദിവസമാണെന്ന് ഞങ്ങൾക്ക് തോന്നി. ആ നിമിഷം ഞങ്ങളുടെ അയൽവാസി ശാസ്ത്രിജി അവിടെ എത്തിച്ചേർന്നു. അദ്ദേഹം ഒരു സ്കൂൾ അധ്യാപകനും അതോടൊപ്പം ഒരു RSS സ്വയംസേവകനുമായിരുന്നു. ശാസ്ത്രിജി ആൾക്കൂട്ടത്തിനിടയിലേക്ക് കടന്നു ചെന്നതോടെ കലാപകാരികൾ അല്പം ശാന്തരായി. ആ തക്കം നോക്കി എൻ്റെ കുടുംബം കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു. മറുവശത്ത് കോൺഗ്രസ് ഗുണ്ടകൾ പെട്രോൾ ക്യാനുകളുമായി നടക്കുകയായിരുന്നു. അവർ കടകൾക്ക് തീയിടുന്നുണ്ടായിരുന്നു. എന്നാൽ ആൾക്കൂട്ടത്തിൽ നിന്ന് ചിലരുടെ കടകൾ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നതിനാൽ എല്ലായിടത്തും തീയിടാൻ അവർക്ക് കഴിഞ്ഞില്ല. എങ്കിലും സിഖുകാരുടെ മിക്ക കടകളിലെയും സാധനങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു. എൻ്റെ കുടുംബം രാത്രി മുഴുവൻ കാട്ടിൽ ഒളിച്ചിരുന്നു. അടുത്ത ദിവസം തിരിച്ചെത്തിയപ്പോൾ ചന്തപ്രദേശം മുഴുവൻ ഭീതിയിലായിരുന്നു. സാഹചര്യം അപ്പോഴും സാധാരണ നിലയിലായിരുന്നില്ല. പിന്നീട് കുൽവന്ത് സിംഗിൻ്റെ കുടുംബം ഹരിയാനയിലെ സമതലങ്ങളിൽ പോയി ഒളിച്ചു. അന്ന് RSS സ്വയംസേവകർ ഞങ്ങളെ രക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഞങ്ങളുടെ കുടുംബം ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല എന്ന് ഖുശ്വന്ത് സിംഗ് ഇന്നും നന്ദിയോടെ സ്മരിക്കുന്നു.